വെൽക്കം ടു മാർക്കറ്റ് ഹണ്ടർ. ആലീസ് ബ്ലൂവിൽ എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുന്നത് എന്ന് നോക്കാം. അല്ലെങ്കിൽ ആലീസ് ബ്ലൂവിൻ്റെ ആപ്പ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആലീസ് ബ്ലൂവിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുക. സ്മാർട്ട് ആലീസ്, അതുപോലെ നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, സെൻസെക്സ്, അതുപോലെ തന്നെ ഒരു MW ലിസ്റ്റ് 1. ഓക്കെ, ഈ MW ലിസ്റ്റ് 1 എന്ന് പറയുന്നത് മൈ വാച്ച് ലിസ്റ്റ് ആണ്. നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു വാച്ച് ലിസ്റ്റ് ആണ്. ഇവിടെയാണ് നമുക്ക് വേണ്ട സ്ക്രിപ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യുക. അല്ലാതെ ആദ്യം കാണുന്ന സ്ക്രിപ്റ്റുകളെല്ലാം ആലീസ് ബ്ലൂ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളും, അതുപോലെ നിഫ്റ്റി 50യിൽ വരുന്ന സ്റ്റോക്കുകളും, നിഫ്റ്റി ബാങ്കിൽ വരുന്ന സ്റ്റോക്ക് ഓപ്ഷൻസും ഒക്കെയാണ്. സ്റ്റോക്കുകളെല്ലാം ഓപ്ഷൻസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. സ്റ്റോക്കുകളും ഓപ്ഷൻസും വരുന്നുണ്ട്. അതുപോലെ തന്നെ NW ലിസ്റ്റ് 1, NW ലിസ്റ്റ് 2 എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടേതായ ഓൺ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. എങ്ങനെയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കാം. നോർമലി ഒരു സിമ്പിൾ പ്രൊസീജിയർ തന്നെയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന് നമ്മളുടെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞ് അതിൽ ഫണ്ട് എന്ന് പറഞ്ഞ് കാണാം. ഫണ്ടിൽ നമുക്ക് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ് കാണാം. ഡിപ്പോസിറ്റിൽ നമുക്ക് എത്ര രൂപയാണോ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് ആ പൈസ നമ്മൾ എൻ്റർ ചെയ്യുക. നമുക്ക് ഏത് പ്രൊസീജിയർ ത്രൂ ആണ് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ പ്രൊസീജിയർ UPI ചെയ്യാം, തേർഡ് പാർട്ടി UPI ചെയ്യാം, നെറ്റ് ബാങ്കിങ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ UPI സെലക്ട് ചെയ്തു. ഓക്കെ, പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ GPay കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ GPayയിലേക്ക് പോകും. നമുക്ക് GPay വഴി നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നമുക്കിനി എങ്ങനെയാണ് ഒരു ഷെയർ സെലക്ട് ചെയ്യുന്നത് നോക്കാം. SBIൻ്റെ ഷെയറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഒരു ബൈ കൊടുത്തു. നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ റെഗുലർ, അത് കഴിഞ്ഞ് ഓർഡർ ടൈപ്പ് ഉണ്ട്. ഓർഡർ ടൈപ്പിൽ മാർക്കറ്റ് ഉണ്ട്, ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ട്, SLM ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൻ്റെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 പോയിന്റാണ്. ഒന്ന് മാർക്കറ്റ്, ഒന്ന് ലിമിറ്റ്. നമുക്ക് പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമുക്ക് ലിമിറ്റിൽ വാങ്ങണം. മാർക്കറ്റിൽ നമ്മൾ ബൈ ചെയ്താൽ ആ റേറ്റിന്, അപ്പോൾ ഉള്ള റേറ്റിന് ഏതാണോ, നമുക്കൊരു ബാർഗൈനിങ് ഇല്ല എന്നാണ് അർത്ഥമാക്കുന്നത്, അപ്പോൾ ഉള്ള റേറ്റിന് നമുക്ക് കിട്ടും. ഓക്കെ, ഞാനിവിടെ മാർക്കറ്റ് സെലക്ട് ചെയ്തു. ദെൻ നമുക്ക് ഇൻട്രാഡേ ആണോ ലോങ് ടൈം ആണോ ഏതാണ് നമുക്ക് ഇൻട്രാഡേ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കിട്ടുന്ന ലിവറേജ് കാര്യങ്ങളെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 4 ടൈംസ് 5 ടൈംസ് നമുക്ക് ലിവറേജ് കിട്ടും. ഡെലിവറിക്ക് അത്രയും ലിവറേജ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ലിവറേജ് കൂടുതൽ വേണമെങ്കിൽ മാത്രം നമ്മൾ ഇൻട്രാഡേ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ലോങ് ടൈം സെലക്ട് ചെയ്യാം. ഓക്കെ, ലോങ് ടൈം സെലക്ട് ചെയ്ത് ഇൻട്രാഡേ സെലക്ട് ചെയ്താലും അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഇൻട്രാഡേയിൽ ഒരെണ്ണം ചെയ്യാണ്. നമ്മൾ അവിടെ നമ്മുടെ എക്സിക്യൂട്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ പോയി കഴിഞ്ഞാൽ പൊസിഷനിൽ നമുക്കത് കാണാൻ പറ്റും. നമ്മൾ ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യേൻ്റെ ഷെയർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് ഒരു SL നമ്മളെങ്ങനെയാണ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുകയെന്ന്. ഓക്കെ, ഒരു SL നമുക്ക് സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ബൈ ചെയ്ത പൊസിഷനാണ്. നമ്മൾ എക്സിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ നമ്മുടെ ക്വാണ്ടിറ്റി അവിടെ ഉണ്ട്. നമുക്ക് SL എന്ന് ടൈപ്പ് ചെയ്യുക, SL എന്ന് ടിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ പ്രൈസിൻ്റെ അവിടെ നമ്മൾ ഇപ്പോൾ 790, നമുക്ക് 780 നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ 780 എന്ന് സ്റ്റോപ്പ് ലോസ് വെക്കുക. ദെൻ താഴെ ട്രിഗർ പ്രൈസിൻ്റെ അവിടെയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് അപ്ഡേറ്റ് ചെയ്യണം. 780 എന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അവിടെ സെൽ ഓർഡർ ഇട്ടു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിൽ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെൻഡിങ്ങിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ പൊസിഷൻ ഇനി സെല്ല് ചെയ്യണമെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ പോയിട്ട് നമുക്ക് സെല്ല് ചെയ്യാം. ജസ്റ്റ് എക്സിറ്റ് അടിക്കുന്നു. നമുക്ക് മാർക്കറ്റിന് പോയിട്ട് നമുക്ക് സെൽ ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ ആ ഒരു സെൽ ഓർഡർ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പെൻഡിങ്ങിൽ പോയിട്ട് നമുക്കത് ഓർഡർ ക്യാൻസൽ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. ഇനി എങ്ങനെയാണ് നമുക്ക് F&Oയിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ നമുക്കൊരു ട്രേഡ് എടുക്കുന്നതെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയാണ് സെലക്ട് ചെയ്യുന്നത്.
ഒരു ബാങ്ക് നിഫ്റ്റി നമുക്ക് എങ്ങനെയാണ് ബൈ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ 59,000 ഞാൻ ബൈ ചെയ്തത്. 59,000 കോള് ബൈ ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ ഓൾറെഡി അവിടെ ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു, നമ്മൾ മാർക്കറ്റിന് കൊടുക്കുന്നു, നമ്മൾ ഓർഡർ അവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, അവിടെ നമ്മുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. നമ്മൾ എക്സിക്യൂട്ടഡ് ഓർഡറിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഓർഡർ കാണാൻ സാധിക്കും. നമുക്ക് ഇനി വേണമെങ്കിൽ അത് നമുക്ക് ആ ഓർഡർ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, പോർട്ട്ഫോളിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബാങ്ക് നിഫ്റ്റിയുടെ ഓർഡർ കാണാൻ സാധിക്കും. നമ്മളവിടെ പോയി നമ്മൾ സെല്ല് കൊടുക്കുന്നു. ഓൾറെഡി നമ്മൾ സ്റ്റോക്കിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ SL വെക്കുന്നു. നമ്മൾ ഇപ്പോൾ 17.90 നമുക്കൊരു 15 സ്റ്റോപ്പ് ലോസ് വെക്കാം. ഓക്കെ, അവിടെയും ഇതിലെയും ഒരു 15 നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, ആ ഓർഡർ നമ്മുടെ പെൻഡിങ് വാച്ച് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പെൻഡിങ്ങിൽ കാണാൻ പറ്റും. നമുക്ക് ഈ ഓർഡർ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഓക്കെ, ഈ ഓർഡർ വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഓർഡർ ക്യാൻസൽ ചെയ്തു. ഓക്കെ, പോർട്ട്ഫോളിയോയിൽ നമ്മുടെ പൊസിഷൻ കിടക്കുന്നുണ്ട്. നമുക്കത് ഇനി എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി പോയി എക്സിറ്റ് അടിച്ചു, ദെൻ മാർക്കറ്റ് അടിച്ചു. മാർക്കറ്റിൽ ചെയ്യാം. നമുക്കിപ്പോൾ റേറ്റിനാണ് ചെയ്യണമെങ്കിൽ നമുക്ക് റേറ്റ് ഇട്ട് ചെയ്യാം. മാർക്കറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ സെൽ ഓർഡർ കൊടുത്തു. നമ്മുടെ ആ പൊസിഷൻ നമുക്ക് അവിടെ എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ഓപ്ഷൻസ് ബൈ ചെയ്യുന്നതിൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ്. അതേപോലെ തന്നെ നമുക്ക് തേർഡ് ഓപ്ഷനായി ഡാഷ്ബോർഡിലോട്ട് വന്നു കഴിഞ്ഞാൽ അലീസ് ബ്ലൂ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അതിൽ പിന്നെ ടോപ്പ് സെക്ടേഴ്സ് ഏതാണ്, അതിൽ ഓരോ സെക്ടറുകൾ മാറി മാറി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വ്യൂ മോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതുപോലെ തന്നെ ഈ ബാങ്കിങ് സെക്ടറിൽ ഏതാണ് ഇന്ന് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ, എനർജി സെക്ടർ, FMCG സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ, IT, ഓട്ടോമൊബൈൽ, അതുപോലെ എല്ലാ സെക്ടറുകളിലും പെർഫോം ചെയ്യുന്ന ഷെയറുകൾ വേർതിരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിനുകൾ നമുക്ക് യൂസ് ചെയ്യാം. സ്ക്രീനർ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ട്രേഡിംഗ് വ്യൂ ആപ്പിലേക്ക് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എൻട്രി ചെയ്യാം. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ട്രേഡിംഗ് വ്യൂ ആപ്പ് എടുക്കണമെന്നില്ല, ഇതിൽ തന്നെ ട്രേഡിംഗ് വ്യൂ ആപ്പ് നമുക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാൻ സാധിക്കും. അതുപോലെ മോസ്റ്റ് ട്രേഡഡ് ഓൺ ആലീസ് ബ്ലൂ, അത് ആലീസ് ബ്ലൂവിൽ മാക്സിമം ആലീസ് ബ്ലൂവിൽ കൂടുതൽ ട്രേഡ് നടന്നേക്കുന്നതായിരിക്കണം. അതുപോലെ ട്രെൻഡിങ് സ്റ്റോക്സ് ഏതൊക്കെയാണ് ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ്, ഇത് 2-3 അല്ല, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടോപ്പ് ലൂസേഴ്സ്, 52 ഹൈ, 52 ലോ, അങ്ങനെ അതുപോലെ തന്നെ എല്ലാം നമുക്ക് കൂടുതൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കാണാം. ഇൻഡെക്സ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ ഓപ്ഷനും എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതെല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഒരുപാട് പ്രയോജനം ചെയ്യും. ഒരുപാട് അതിൻ്റെ ഡാറ്റകളുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റുകൾ, ഓപ്പൺ ലൂസേഴ്സ്, ടോപ്പ് ട്രേഡേഴ്സ്, ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നേക്കുന്ന ഓപ്ഷൻസ് ഏതാണ്, ഇതെല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.